നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങള് കഥകളി കണ്ടിട്ട് വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ കഥകളി കാണാനായിട്ട്. കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ഇതിന്റെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പിന്നാമ്പുറം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് വെച്ചാൽ ഒരു കുഞ്ഞനിയത്തി തന്നെ കേട്ടോ. കലാമണ്ഡലത്തിൽ ചെറിയ ക്ലാസ്സിലെ തൊട്ട് തന്നെ ശരിക്കും കഥകളി ഒരു പാഷനായിട്ട് എടുത്ത് അങ്ങനെ കഥകളി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ്സിലായിട്ട് ആളിപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉള്ളൂ. കൃഷ്ണയ്ക്ക് വേഷമിടുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കഥകളിയൊക്കെ നമുക്ക് പരിചയമാണെങ്കിലും ഇതിൻ്റെ മേക്കപ്പും വേഷവും ഭാവവും ഒക്കെ എത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേയൊക്കെ മേക്കപ്പ് തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ കുറച്ച് ചുട്ടി കുത്തുന്ന ഭാഗമായപ്പോഴത്തേക്കുമാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അവിടെ മുതലുള്ളത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുക്കും. പല പല വേഷത്തിനും പല പല രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. വേഷം, ഫേസിലേക്ക് മേക്കപ്പും എല്ലാം വ്യത്യസ്തമാണ്. മോളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണവേഷം കെട്ടുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ്. ഫേസിൻ്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറങ്ങൾ വേണമല്ലോ. ഈ നിറങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മഞ്ഞക്കല്ലുണ്ട്. മഞ്ഞക്കല്ല് പൊടിച്ച് കിട്ടുമ്പോഴത്തേക്കും മഞ്ഞ കളർ കിട്ടുമല്ലോ, അതിനെ വെള്ള മനയോലെയെന്നും അതിനകത്തിൽ നീലം ചേർത്തിട്ട് പച്ച കളറാവും. മഞ്ഞയും നീലയും കൂടെ ചേരുമ്പോഴത്തേക്കും പച്ച കളറാവും. ആ പച്ച കളറിനെ അറിയപ്പെടുന്നത് നീലമനയോല എന്നാണ്. ഇനി ചുമപ്പല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലൊക്കെ പഴയ കാലത്ത് ഒരു കല്ല് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിന് കൂടുതലായിട്ട് റെഡ് ഓക്സൈഡ് പോലുള്ള നിറങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ കറുത്ത നിറത്തിന് നമ്മൾ വെറ്റിലേക്ക് ചേർത്ത് കൂട്ടിയെടുക്കുന്ന കൺമഷിയില്ലേ, മഷി ആക്കത്തില്ലേ എണ്ണ ചേർത്തിട്ട്, ആ മഷിയാണ് കറുത്ത കളറായിട്ട് മഷിയായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പല സാധനങ്ങളും ചേർത്തിട്ടാണ് ഈ ഫേസിൻ്റെ മേക്കപ്പ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് പഠിച്ച് ഇറങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇത്ര പെർഫെക്ഷനോട് കൂടി ഈ കഥകളിയുടെ വേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മൊത്തം 7 പേരാണ് ഉണ്ടായിട്ടുള്ളത്. 7 പേരിൽ 2 പേരിങ്ങനെ പെൺകുട്ടികളായിരുന്നു. ഇതിനകത്തിൽ ഒരാൾ അല്ലാതെ പുറത്ത് പഠിക്കുന്നതാണ്. ഒരു മോള് കൃഷ്ണ കലാമണ്ഡലത്തിലും പഠിക്കുന്നതാണ്. ബാക്കി എല്ലാവരും പഠിച്ചിറങ്ങി കുറച്ച് സീനിയേഴ്സാണ്. അങ്ങനെ ഇവരൊക്കെ തനിയെ മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ഫേസിലിങ്ങനെ തനിയെ മേക്കപ്പ് ചെയ്യുന്നു. പക്ഷേ ഫേസിൻ്റെ ഈ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചുട്ടി കുത്തുന്നത് ഈ പഠിച്ചിറങ്ങിയ അദ്ദേഹമാണ് ചുട്ടി കുത്തിയെടുക്കുന്നത്. കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പേപ്പറാണ് ചുട്ടി കുത്തുന്നത് പഠിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആ ചുട്ടി കുത്തുന്ന കോഴ്സ് അത് എടുത്ത് പഠിച്ചതാണ്, സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചതാണ്. അത്രയും നല്ല തീവ്രമായിട്ട് വേണം. ഓരോ വേഷത്തിനും ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രൊഫഷണലായിട്ടൊന്നും അറിയില്ല. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നു മാത്രം. അതുപോലെ ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പർ പോലത്തെ ഒരു ഷീറ്റ് പേപ്പർ പോലത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞത് കാർബൺ പേപ്പർ ആണെന്നാൽ കുറച്ചൊരു കട്ടിയുണ്ട്. നമ്മുടെ ബോണ്ട് പേപ്പറിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ഒരു കട്ടിയുണ്ട്. അതേപോലെ അരിപ്പൊടിയും ചുണ്ണാമ്പും കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. അത് കറക്റ്റ് ആ ഒരു ഷേപ്പിന് കുറേ നേരം എടുക്കും ഈ ചുട്ടി കുത്തി കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വെട്ടും കട്ടിങ്ങും എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ വരണം. അതിൻ്റെ പുറത്താണ് ആ ഒരു പേപ്പർ വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കോട്ടണും യൂസ് ചെയ്യുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ കലാമണ്ഡലത്തിൽ ഗേൾസിൻ്റെ ബാച്ച് തുടങ്ങിയപ്പോഴേ ഉള്ള കുട്ടിയാണ്. ഇവരാണ് ആദ്യമായിട്ട് ഗേൾസിൻ്റെ ബാച്ച് കഥകളിക്ക് കലാമണ്ഡലത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ളത് കേട്ടോ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ കഥകളി പഠിക്കണമെന്നൊക്കെ. എനിക്കൊരു അവസരം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കഥകളി പഠിക്കും. ഞാൻ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ശരിക്കും കാത്തിരിക്കുവാണേ. അതുപോലെ ഈ കഥകളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മേക്കപ്പാണ്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഈ മേക്കപ്പും നിറങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓരോ നിറത്തിനും ഓരോ അർത്ഥമുണ്ട്. ഇവിടെ 7 പേര് വന്നിട്ടുള്ളത് 7 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങളാണ്. ദക്ഷയാഗം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. കഥകളിയിൽ പച്ച, കത്തി, താടി, കരിമിനുക്ക് അങ്ങനെ ഓരോ വേഷങ്ങളുണ്ട്, ഓരോ നിറങ്ങളുണ്ട്. അപ്പം പച്ച നിറം സത്യസന്ധരും വീരരുമായിട്ടുള്ള കഥാപാത്രങ്ങളെയും,
കത്തി, അഹങ്കാരവും ദുഷ്ട സ്വഭാവവും ഒക്കെയുള്ള കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കും. അതുപോലെ താടി മേക്കപ്പിനും പല തരങ്ങളുണ്ട്. ചുവന്ന താടി അതിക്രൂര കഥാപാത്രങ്ങളെയും, വെളുത്ത താടി ഹനുമാൻ പോലെയുള്ള കഥാപാത്രങ്ങളെയും, കറുത്ത താടി വേട്ടക്കാരെയോ വനവാസികളായോ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും സന്യാസികൾക്കും മിനുക്ക് എന്ന ലളിതമായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. കഥകളിയുടെ ഈ ഒരു മേക്കപ്പും ഒക്കെ കണ്ടു നിന്നപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് കഥകളി കലാകാരന്മാരോടുള്ള എല്ലാ ബഹുമാനവും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ശരിക്കും ഇവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ കേരളത്തിലുള്ളവർ നല്ല രീതിയിൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. കഥകളിയിൽ സംഭാഷണങ്ങളില്ല, മുഖഭാവങ്ങളും കൈമുദ്രകളും ശരീരചലനങ്ങളും ഒക്കെയാണ് നമ്മുടെ കഥ പറയുന്നത്. കഥയറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും കഥകളി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കഥ പറഞ്ഞു തന്നിട്ടാണ് തുടങ്ങുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ വർഷങ്ങളോളം പരിശീലിച്ച ശേഷമാണ് വേദിയിലേക്ക് എത്തുന്നത്. നേരിട്ട് കണ്ടപ്പോൾ ഈ കലാരൂപത്തോടുള്ള ബഹുമാനം നമുക്ക് കൂടിപ്പോകും. കഥകളിയിൽ നമ്മൾ സ്റ്റേജിൽ കാണുന്നത് മാത്രമല്ല, പിന്നാമ്പുറങ്ങളിൽ ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അവരുടെ കഴിവുകളും എല്ലാം അരങ്ങേറുന്ന ഒരു സ്ഥലം കൂടിയായിട്ടേ പിന്നാമ്പുറം. എനിക്ക് ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു ഭാഗത്ത് എനിക്ക് വന്ന് കാണാൻ പറ്റിയത്. നേരത്തെ ഒരു തവണ ചെട്ടികുളങ്ങര അമ്പലത്തിൽ എനിക്ക് കാണാൻ ഒരവസരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റായി പോയത് കാരണം പിന്നെ അത് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരിക്കും ഇത്. ഇങ്ങനെ എല്ലാവരും കഥകളിയുടെ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു മുഹൂർത്തം നേരിട്ട് കാണുന്ന ഒരു ഫീലായിട്ടോ. മേക്കപ്പ് ചെയ്യുന്നതും മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ അവർ ആ മുഖം ഇങ്ങനെ എല്ലാം തൊട്ട് വണങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അത്രയും നല്ല കെയർഫുള്ളായിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് ആ ഒരു വേഷത്തിനെ അവർ സ്വീകരിക്കുന്നത്. ഈ മോള് 8ാം ക്ലാസ് മുതലേ കലാമണ്ഡലത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കഥകളി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിയെ മേക്കപ്പ് ചെയ്യാനും ഒക്കെ അറിയാം, ഫേസിൻ്റെ എല്ലാം ചെയ്യാനും ഒക്കെ അറിയാം. ചുറ്റി കുത്തുന്നത് മാത്രം വേറെ ആൾ ചെയ്തു കൊടുക്കണം. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഈ മോള് കലാമണ്ഡലത്തിലല്ല പഠിക്കുന്നത്, അല്ലാതെ പുറത്താണ് പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മേക്കപ്പൊക്കെ അത്രയും കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ആൾ വന്നത്. എന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എല്ലാം കൂടെ പെർഫോമൻസും ഡ്രസ്സിങ്ങും എല്ലാം കൂടെ ഒന്നും ഇതിനകത്ത് വീഡിയോയിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 2-3 പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ മോളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഈ കഥകളി കാണുന്നത്. എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ കഥാപാത്രങ്ങളും മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് കളയരുതല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ വേഷം എങ്ങനെയാണ് ഇടുന്നതിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള നല്ല അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക്